ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് എഴുതുന്നത് എന്നുള്ളതാണ് കേട്ടോ. പൊതുവേ ഞാൻ അങ്ങനെ പണ്ടൊന്നും ഐബ്രോസ് എഴുതിയിരുന്നില്ല കേട്ടോ, കാരണം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് എഴുതുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും അത് എഴുതാൻ ട്രൈ ചെയ്താലും എനിക്കൊരു ഭീകര ലുക്കായിരുന്നു, എനിക്കൊരു രാക്ഷസി ലുക്ക് ഉണ്ടാവും. ഭയങ്കര കറുത്ത് വെക്കും, ഒരുമാതിരി ഉണ്ടാവും, ഭയങ്കര ഒരു വേടത്തി ലുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവേ ഐബ്രോസ് എഴുതില്ലായിരുന്നു. പക്ഷെ കുറച്ചായിട്ട് ഇപ്പം ഞാൻ ചെറുതായിട്ട് ഐബ്രോസ് എഴുതാൻ തുടങ്ങി. അപ്പം അത് എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ ഐബ്രോസ് അത്ര ഭയങ്കര തിക്കല്ല, ഭയങ്കര ബ്ലാക്കും അല്ല, ഒരു മീഡിയം എല്ലാവർക്കും ഒക്കെ ഉള്ള പോലെ ഉള്ള ഒരു ഐബ്രോസ് ആണ്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ത്രെഡ് ചെയ്തിരുന്നു ഒരു 1 to 2 weeks ബാക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാസ് ഒന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഐബ്രോസ് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന 2 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഷേപ്പ് മൈ ബ്രോസ് എന്ന് പറഞ്ഞ ഒരു ഐബ്രോ പാലറ്റ്. ഇതിൽ 3 പൗഡേഴ്സും പിന്നെ ഒരു വാക്സ് ക്രീമും ഉള്ള. വാക്സ് ക്രീം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരു ബ്ലാക്ക്, ഗ്രേ, പിന്നെ ബ്രൗൺ. പൊതുവേ ബ്രൗൺ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. ബ്രൗണും ഗ്രേയും കൂടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞി ബ്രഷും ഉണ്ട്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാറ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം ഞാൻ പൊതുവേ ബ്ലാക്ക് ഷെയ്ഡുള്ള പെൻസിലോ അല്ലെങ്കിൽ കളേഴ്സോ യൂസ് ചെയ്യാറില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഐബ്രോസ് ഭയങ്കര തിക്കും ഭയങ്കര ബ്ലാക്ക് കളറും ആണെന്നുണ്ടെങ്കിൽ മാത്രം ബ്ലാക്ക് ഷെയ്ഡ്സ് ഉള്ള പൗഡേഴ്സോ അല്ലെങ്കിൽ പെൻസിൽസോ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല കുറച്ച് ലൈറ്റർ ടോണാണ് നമ്മുടേതുണ്ടെങ്കിൽ ഒരു ബ്രൗൺ, ഒരു ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, തെറിച്ച് നിൽക്കും. അപ്പം അത് ചിലപ്പം ചിലർക്ക് അത് വൃത്തികേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഐബ്രോസിനനുസരിച്ച് നിങ്ങൾ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുക. ഭയങ്കര ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഭയങ്കര ബ്ലാക്ക് കളേഴ്സ് ഒന്നും ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഞാനൊരു മിറർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ക്യാമറ നോക്കി വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മിറർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലറ്റിലെ ബ്രൗൺ ഷെയ്ഡ്, ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യാറ്. പാലറ്റിലെ ബ്രൗൺ ഷെയ്ഡ് ഈ ബ്രഷ് വെച്ചിട്ട് എടുത്ത്, ഓക്കെ, ഫസ്റ്റ് അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ഐബ്രോ പെൻസിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരുവിധം എല്ലാ ഐബ്രോ പെൻസിലും ഈ ബാക്കിൽ ഈ ബ്രഷ് ഉണ്ടായിരിക്കും. സ്പൂലി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഈ ബാക്കിലുള്ള ഈ സ്പൂലി കൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഐബ്രോസ് ഒന്ന് നന്നായി കോംപ് ചെയ്യുക, ലൈക്ക് നന്നായിട്ടൊന്ന് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഒരു ഷേപ്പാക്കി വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഐബ്രോ പാലറ്റിൽ ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഔട്ടർ ലൈൻസ് വരയ്ക്കാൻ പോവാണ് നമ്മുടെ ഐബ്രോൻ്റെ. അപ്പം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പൊതുവേ നമ്മുടെ ഐബ്രോസിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അധികം തിക്നെസ് ഉണ്ടാവില്ല, ഇങ്ങോട്ട് കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. ലൈക്ക് തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇവിടെ കുറച്ച് കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരയ്ക്കാറില്ല. ഞാൻ ഇവിടുന്ന് കുറച്ച് വിട്ട് ഒരു 1/4 ഭാഗം വിട്ടിട്ടാണ് ഞാൻ ഔട്ടർ ലൈൻസ് വരയ്ക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം. നമ്മുടെ ഐബ്രോൻ്റെ ഏകദേശം ഷേപ്പിൽ വരയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്നാലാണ് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. കുറച്ചങ്ങനെ വരും അല്ലെങ്കിലും, ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തു. നിങ്ങൾക്കത് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, ഒരു ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തു. ഇവിടെ കുറച്ച് കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തെന്ന് പറഞ്ഞാൽ ആ സെയിം ഷെയ്ഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫില്ല് ചെയ്യുകയാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക.
ആക്ച്വലി ഫസ്റ്റ് ടൈമൊക്കെ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഐബ്രോ പാലറ്റൊക്കെ വെച്ച് വരയ്ക്കുന്ന ഐബ്രോസ് നമ്മൾ പൊതുവേ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഭീകരി ലുക്കായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അത് പിന്നെ പിന്നെ ശീലമായിക്കോളും. ഇപ്പം ഞാൻ ഇതാ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തു, ഫിൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അധികം എടുക്കരുത്. ഈ സ്പൂലി വെച്ചിട്ട് തന്നെ സ്പൂലി എടുക്കുക. സ്പൂലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു അപ്പോൾ ഇവിടെ നിന്നുള്ള എക്സ്ട്രാസ് ഒക്കെ ഇവിടെ വന്ന് കണ്ടോ, ഇവിടെ കോംപ് ചെയ്തതിന് ശേഷം ഇവിടെയും കോംപ് ചെയ്യുക. സോ ഇവിടെ ഓൾറെഡി നമുക്ക് ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് ഇങ്ങോട്ട് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, കണ്ടോ, വരച്ച് കുറച്ചൊന്ന് കണ്ടോ. ഇനി ജസ്റ്റ് കുറച്ചെടുത്ത് നിങ്ങൾ ഇവിടെ ഇത് ഈ ഡയറക്ഷനിലാണ് ഫിൽ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് അങ്ങോട്ടാണ്. അത് വളരെ കുറച്ചെടുത്താൽ മതി. കുറേ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു 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 വേറെ ലുക്ക് വരും. ഇപ്പം ദേ ഏകദേശം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്നും കൂടി ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇത് സെറ്റാക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഒരു ഒരു ഭീകരി ലുക്ക് തോന്നും, ഒരു വില്ലത്തി ലുക്ക് തോന്നും. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ പോകെ പോകെ വരച്ച് 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 വെച്ച് ശരിയാവും. ആരും ജനിക്കുമ്പോൾ തന്നെ ഇതും പഠിച്ചുകൊണ്ടല്ലോ വരുന്നത്. സോ ഒരു ദിവസം നിങ്ങൾക്കത് സെറ്റാവും. കണ്ടോ, ഭയങ്കര മനസ്സിലാവുന്നുണ്ടോ വീഡിയോയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇപ്പുറത്തേക്കും കൂടി വരച്ച് നോക്കട്ടെ. So yeah, I think I am done with my eyebrows. സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐബ്രോസ് വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡൂ ദീസ് തിങ്സ്. കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സ്, എപ്പോഴും ഒരു ലൈറ്റ് ബ്രൗൺ ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ്സ് പോവുക. ഡോണ്ട് ഗോ ഫോർ ഭയങ്കര ഡാർക്ക് ബ്രൗൺ, ഭയങ്കര ഡാർക്ക് ബ്ലാക്ക്, അങ്ങനത്തെ കളേഴ്സ് പ്രിഫർ ചെയ്യാതിരിക്കുക. ഇഫ് യു ഹാവ് ഭയങ്കര തിൻ ഐബ്രോസ് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് നിങ്ങളുടെ ഐബ്രോസിനെങ്കിൽ പിന്നെ എപ്പോഴും ഇവിടെ ഭയങ്കരമായിട്ട് ഡാർക്കൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇറ്റ് വോണ്ട് ലുക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നില്ല. സോ യാ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡൂയിങ് ഐബ്രോസ് പിക്ചർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടാം, സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഡിഫറൻസ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.